الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى كل والصحابة أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായൊരു വെള്ളിയാഴ്ച പ്രഭാതമാണ് നമ്മുടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്തുകൾ ധാരാളമായി നൽകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും വെള്ളിയാഴ്ചയുടെ ഗുണങ്ങളും ഒക്കെ നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട അമലുകൾ, ഖുർആൻ പാരായണം, ദിക്ർ, തസ്ബീഹ്, സ്വല്ലലുകൾ ഉൾപ്പെടെയുള്ള പുണ്യങ്ങൾ കൂടുതൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം ബാധിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു അനുഭവത്തെക്കുറിച്ചാണ്. അസുഖം ആർക്കും വരാം. അമ്പിയാക്കൾക്കും അസുഖം വരാം, ഔലിയാക്കൾക്കും അസുഖം വരാം, അല്ലാത്തവർക്കും അസുഖം വരാം. രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ ഭൗതിക ലോകത്ത് നമ്മൾ ധാരാളം കാണാം. അവർ മറ്റുള്ള ഏത് രോഗികൾ വന്നാലും ആ രോഗികളുടെയൊക്കെ രോഗം തിരിച്ചറിഞ്ഞു അതിന് താൻ പഠിച്ച ട്രീറ്റ്മെന്റ് എന്താണോ, ചികിത്സ എന്താണോ, അത് പറഞ്ഞു കൊടുത്തും ചെയ്തു കൊടുത്തുകൊണ്ടും ആ ഡോക്ടർമാരുടെ ജീവിതം അങ്ങനെ കഴിയാണ്. പക്ഷെ ആ ഡോക്ടർമാർക്ക് അസുഖം വരുന്നുണ്ടല്ലോ, വരാലോ. ഈ ഡോക്ടർ ഏതൊരു രോഗിയെ ആണോ ചികിത്സിക്കുന്നതെങ്കിൽ, എന്ത് രോഗത്തിനാണോ ചികിത്സ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതെങ്കിൽ, അതേ രോഗം പിടിപെട്ടിട്ട് രോഗിയെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയിൽ ചികിത്സാകാരിയായിട്ടുള്ള ഡോക്ടർ മരിച്ചു പോകാം. ഇതൊക്കെ നമ്മൾ ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അസുഖം ആർക്കും വരാം. എന്നാൽ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പവിത്രമായ ആ വ്യക്തിത്വത്തിന് കളങ്കമാകത്തക്ക വിധമുള്ള മോശപ്പെട്ട അസുഖങ്ങൾ അവർക്ക് വരില്ല. ഒരു നബിയാണോ ഇത് ആൾക്കാർ ചോദിച്ചു പോകുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ അവർക്ക് വരില്ല. അല്ലാതെയുള്ള നോർമലി അസുഖങ്ങളൊക്കെ അവർക്ക് വരാം, അമ്പിയാക്കൾക്ക് വരാം. അമ്പിയാക്കളുടെ രാജാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം പിടിപെട്ട സമയത്തെക്കുറിച്ച് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഖാല മരിദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിക്ക് രോഗം ബാധിച്ചു. ഫസ്തദ്ദ അലൈഹി മറദുഹു, അവിടുത്തെ രോഗം ശക്തിപ്പെട്ടു. ഫഖാല, ആ സമയത്ത് രോഗം കൂടുമ്പോൾ സാധാരണ നോർമലി ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷി കുറയും, ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് അള്ളാന്റെ ദൂതർ പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിനോട് പറയുക, അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ, തിരുനബിയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇടപെട്ടു. എന്നിട്ട് മഹദി വന്നിട്ട് പറഞ്ഞു, ഇന്നഹു റജുലുൻ റഖീഖുൻ, നബിയോടാണ് പറയുന്നത്, നബിയെ, അബൂബക്കർ സിദ്ദീഖ് എന്നല്ല എന്റെ വാപ്പയാണ്. എന്റെ വാപ്പ റഖീഖുൻ, ഒരു ലോല മനസ്സിന്റെ ഉടമയാണ്. കട്ടി വളരെ കുറവാണ് എന്റെ വാപ്പാന്റെ മനസ്സിന്. ഇതാ അങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ അദ്ദേഹം മുതിർന്നാൽ, അങ്ങയുടെ മിഹ്റാബിൽ നിന്നിട്ട് അങ്ങ് നയിക്കും പോലെ ജനങ്ങൾക്ക് ഇമാമായി നായകത്വം വഹിക്കാൻ നിന്നാൽ ലം യസ്തതി' അൻ യുസല്ലിയ ബിന്നാസ്, ബാപ്പയാകുന്ന അബൂബക്കറിനെ നിസ്കരിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സിന് ചെറിയ വ്യത്യാസം, കട്ടി കുറവുണ്ട്. അതുകൊണ്ട് വാപ്പാക്ക് നിങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് ആ കൃത്യം നിർവഹിക്കാൻ ശേഷിയില്ല. ഇത് കേട്ടപ്പോ കാല തിരുനബി പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിനോട് പോയിട്ട് നിസ്കരിക്കാൻ പറയൂ, അവര് നിസ്കരിക്കട്ടെ, ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കട്ടെ. ആയിഷ ബീവിയുടെ ഇടപെടലിന് യാതൊരു സ്ഥാനവും ഇല്ലാതെ രണ്ടാമത് വീണ്ടും അതേപോലെ ആവർത്തിച്ചപ്പോൾ ആയിഷ ബീവിയും തന്റെ ഈ ഇടപെടൽ വീണ്ടും ആവർത്തിച്ചു. ആയിഷ ബീവി പിന്നെയും പറഞ്ഞു, നബിയെ, അബൂബക്കർ സിദ്ദീഖ് എന്നോർ എന്റെ വാപ്പയാണല്ലോ, വാപ്പാനെ എനിക്കറിയാലോ, അവിടുത്തെ മനസ്സ് കട്ടി കുറവാണ്, അങ്ങയുടെ സ്ഥാനത്ത് നിന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല. രണ്ടാം വട്ടവും പറഞ്ഞു. ഫഖാല, മൂന്നാം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുരി. ഇതുവരെ പറഞ്ഞ മുറൂന്നാണ്, ഇനി മുരീന്നാണ്. മുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. അപ്പൊ മൊത്തത്തിലാണ്
ആഹ്വാനം. ഇനി പറയുന്നത് മുരി എന്നാണ്. ആയിഷ ബീവിയോടാണ് നേരിട്ട് പറയുന്നത്. ആയിഷ ബീവിയോട്, ആയിഷ നീ പോയിട്ട് പറ, അബൂബക്കർ സിദ്ദീഖിനോട് പോയിട്ട് പറ, ഫല്യുസല്ലി ബിന്നാസ്, അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവിക്ക് ഒരു കൊട്ട് കൊടുത്തു. യൂസുഫ, നിങ്ങളൊക്കെ യൂസുഫ് നബിന്റെ ചങ്ങാഴ്ചകളല്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോ നീ പോയിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് നിസ്കരിക്കാൻ പറയും ഇമാമായിട്ട്, നിങ്ങളൊക്കെ യൂസുഫ് നബിന്റെ ആ ചങ്ങാഴ്ചകളാങ്ങളൊക്കെ, അതങ്ങൾ ഇങ്ങനെ പറയുന്നത്. ആ സമയത്ത് നബി തങ്ങളുടെ ദൂതൻ ചെന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് ചെന്നു, പറഞ്ഞു ഫസല്ലാ ബിന്നാസി, അങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. ഫി ഹയാത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ. ഇതൊരു അപൂർവ സംഭവമായിട്ടാണ് പറയുന്നത്. പറഞ്ഞാൽ റസൂലുള്ള ജീവിച്ചിരിപ്പുള്ള കാലത്ത് റസൂലുള്ള അല്ലാതെ വേറൊരാൾ ഇമാമത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നൊരു മാറ്റം നബിയുടെ ജീവിതകാലത്ത് തന്നെ മറ്റൊരാളെ ഇമാമെന്ന ചരിത്രം ഉണ്ടെങ്കിൽ സിദ്ദീഖുൽ അക്ബർ ഇമാമെന്നതാണ്. അതെപ്പോ തിരുനബിയുടെ ജീവിതാവസാന ഘട്ടത്തിൽ അവിടത്തേക്ക് അസുഖം ബാധിച്ചപ്പോ കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷി കുറഞ്ഞു എന്ന് തോന്നിയപ്പോ സിദ്ദീഖുൽ അക്ബറിനെ ഇമാമാക്കി നിർത്തി. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു. അപ്പോ എത്രമാത്രം പ്രാധാന്യം ഈ ഇമാമത്ത് എന്ന കർമ്മത്തിനുണ്ട്. ആ ഇമാമത്ത് നിർവഹിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്ന പരിഗണന എത്രയാണ്. ആ സ്ഥാനത്ത് വേറൊരാൾ നിൽക്കാൻ പോലും പ്രയാസം. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാപ്പാന്റെ കാര്യം പറഞ്ഞത് എന്താണ് എന്നുള്ള അതിന്റെ രഹസ്യം ചില സ്ഥലത്തൊക്കെ കാണാം. വെറും ഏത് മാത്രമല്ല, വാപ്പാന്റെ മനസ്സ് കട്ടി കുറവാണ്, നിൽക്കാൻ കഴിയില്ല എന്നുള്ളതൊരു പറച്ചില് മാത്രമാണ്. ഉള്ളിൽ വേറെ ചില ചിന്തകളുണ്ട്. എന്താ അത് കാരണം? ആയിഷ ബീവി തന്നെ വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ വാപ്പ ഇമാമത്തിന് നിന്നിട്ട് അതൊരു ലക്ഷണക്കേടായി പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ്. റസൂലുള്ളാഹി ഉണ്ടായിരിക്കവേ വേറൊരാൾ ഇമാം എന്നാലും അത് ലക്ഷണക്കേടായി പോകും. അത്ര അതൊരു കുരുത്തക്കേട് പോലെ, ഭീകരമായ എന്തോ ഒരു തെറ്റ് പോലെയാണ് അവർക്ക് എന്ന് തോന്നിയത്. റസൂലുള്ളാഹി അല്ലാണ്ട് വേറൊരാൾ ഇമാമെന്ന് നിസ്കരിക്കുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്രയും ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാവിധ ബഹുമാനങ്ങളും ആ സമൂഹം അർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ പറച്ചിൽ എന്ന് പറഞ്ഞ മനസ്സ് കട്ടി കുറവാ അങ്ങനെയൊക്കെ പറയാ. പക്ഷെ നബിതങ്ങൾ ഉണ്ടായിരിക്കവേ വേറൊരാൾ ഇമാം എന്നിട്ട് ആ ഇമാമക്ക് നാളെ എന്റെ വാപ്പയായിട്ട് എന്തെങ്കിലും കൊണക്കേട് കാലക്കേട് വന്നുകൊണ്ടാ എന്ന് ഓർത്തിട്ടാണ്. തിരുനബിയുടെ മറുപടി എന്തായിരുന്നു ആയിഷ ബീവിയോട്? നീ പോയിട്ട് അബൂബക്കറിനോട് പറ നിസ്കരിക്കാൻ, നിങ്ങളൊക്കെ യൂസുഫ് നബിന്റെ ചങ്ങാഴ്ചകളാണ്. എന്താണ് അതിന്റെ അർത്ഥം? യൂസുഫ് നബിന്റെ ചങ്ങാഴ്ചകൾ ഖുർആൻ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ. യൂസുഫ് നബിയെ സലീഖ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? കുറെ പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ആ പെണ്ണുങ്ങളെ ഇടയിലേക്ക് യൂസുഫ് നബിയെ കൊണ്ട് നടത്തിച്ചു. അങ്ങനെ യൂസുഫ് നബിയെ കണ്ട് പെണ്ണുങ്ങളൊക്കെ കണ്ടപ്പോ എന്തായാലും എല്ലാവരുടെ കയ്യിലും ഒരു പഴവും കത്തിയും കൊടുത്തു, ഇത് മുറിക്കാൻ വേണ്ടി. അങ്ങനെ ഇവര് മുറിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ യൂസുഫ് നബി ഇങ്ങോട്ട് കടന്നു അവരുടെ മുന്നിലേക്ക്. യൂസുഫ് നബീനെ കണ്ടപാട് പെണ്ണുങ്ങൾക്ക് എന്തായി? യൂസുഫ് നബീന്റെ ഭംഗിയിൽ ഇവരങ്ങോട്ട് ലയിച്ചു. ഇവരുടെ കയ്യിൽ കത്തി കൊണ്ട് പഴം മുറിക്കുന്നതിനാ മുറിച്ച് കയ്യെന്നെ മുറിച്ചു പോകണം. അതുപോലും അവർ അറിയില്ല. അത്ര പോലും അവർ അന്താളിച്ചു പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ പെണ്ണുങ്ങൾക്ക് ഈ പുറം കാണുന്ന ഭംഗി മാത്രമേ അറിയുള്ളൂ. കൽബിന്റെ ഉള്ളിൽ കറങ്ങിയിട്ടുള്ള ആ കാര്യത്തിന്റെ തിരിച്ചറിവിൽ നിങ്ങൾ കുറവുണ്ട്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ കൽബ് നിങ്ങളെക്കാൾ കൂടുതൽ കാണാനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനോട് പോയിട്ട് പറഞ്ഞു സ്നേഹിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സ്നേഹിക്കാൻ കഴിയില്ല. ഇതാണ് പറഞ്ഞതിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമായി ആ ജനങ്ങളെ നയിച്ചുകൊണ്ട് നായകത്വം വഹിച്ച് നിസ്കരിച്ചു. അത് മാത്രമല്ല, ആ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഏൽപ്പന ഒരു സിഗ്നൽ കൂടിയാണ്, ഒരു അടയാളം കൂടിയാണ്. റസൂലുള്ളാഹിന്റെ കാലശേഷം
പിന്നെ ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് വന്നതും ആര് തന്നെയാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഒന്നാമനാണ്. ആ ഒന്നാം ഖലീഫയായി സിദ്ദീഖ് തങ്ങൾ വരുന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ഇതെല്ലാ കാര്യവും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് നമുക്കെല്ലാവർക്കുമുള്ള മഹബത്ത് ഏറ്റി തരട്ടെ. മുത്തുനബിയുടെ സുന്നത്ത് കൂടുതലായി ജീവിതത്തിൽ പുലർത്തി അവിടത്തോട് കൂടുതൽ ഇഷ്ടമുള്ളവരായി അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.